ഇതെന്നെ മിറമോള് ചെവിയിൽ എന്താ വെച്ചോണ്ടിരിക്കുന്നേ? നിമിഷ എവിടെ രണ്ടുപേരും കൂടെ എവിടെ പോവാ? ഞാൻ വിചാരിച്ചു ജിമ്മിൽ പോവാ. നോ, മിറ ജിമ്മിലല്ല. യു ഗോയിങ്. മിറ എവിടെയാ പോണേ? സ്കൂളിൽ പോവാ. പതിവ് പോലെ പിടിക്കായിട്ട് സ്കൂളിൽ പോട്ടെ. ഇന്ന് തിങ്കളാഴ്ച അല്ലേ? 2 ദിവസത്തെ അവധിക്ക് ശേഷം അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ച് ജോലിക്ക് കയറാനായിട്ട്, ജോലിക്കും മിറ സ്കൂളിലും ഒക്കെ പോവാണ് കേട്ടോ. അതുപോലെ മെറക്കുട്ടനെ രാവിലെ നമ്മൾ സ്കൂളിൽ കൊണ്ട് വിടാൻ പോവാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉച്ചയ്ക്ക് മുന്നേ കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ. ഷോപ്പിംഗ് മെയിൻ ആയിട്ട് വിന്റർ ഡ്രസ് ഒന്നും മേടിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജാക്കറ്റ് ഒക്കെയാണ്. പക്ഷെ മിറക്കുട്ടിന്റെ മെയിൻ ആയിട്ട് പിന്നെ റീവിനും കുറച്ച് മേടിച്ചു വെക്കണം നമുക്ക് വരുമ്പോഴത്തേനും അവനെ ഇടിപ്പിക്കാനായിട്ടൊക്കെ. അവള് ഗരാജൊക്കെ തുറന്നായി പുറത്തിറങ്ങിട്ട്. ദൈവമേ മീറ, നീ ആള് കൊള്ളാലോടി. ഇത്രയ്ക്ക് ആഗ്രഹം സ്കൂളിൽ പോകാനായിട്ട്. നമുക്ക് വിന്റർ ഷോപ്പിംഗ് ഉണ്ട്, അതുകൂടെ കാണിക്കാമല്ലോ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ. വിന്റർ ഷോപ്പ്. ഓക്കെ ഓക്കെ. മിറക്കുട്ടന്റെ ഷൂവിന്റെ അകത്തുനിന്ന് വരുന്ന മണ്ണുകൾ നിങ്ങൾ കണ്ടോ? കടപ്പുറത്ത് ഇത്ര മണ്ണ് കാണത്തില്ല കേട്ടോ. നിലത്ത് കിടക്കണ്ടോ മണ്ണ്? സ്കൂളിൽ നിന്ന് എല്ലാം പെറുക്കിക്കൊണ്ട് വരുന്ന. യു ഫോർഗോട്ട് യുവർ ഡ്രിങ്ക് ബോട്ടിൽ. പതിവ് പോലെ ഡ്രിങ്ക് ബോട്ടിൽ മറന്നു. എടി അവളുടെ ഡ്രിങ്ക് ബോട്ടിലും കൂടെ എടുത്തേരാട്ടോ. എന്തൂരം പൂക്കളായ മിറക്കുട്ടാ, മണമുണ്ടോ? സ്മെൽ സോ ഗുഡ്. എന്തൊരു റോസാപ്പൂ അല്ലേ? സൂപ്പർ. അങ്ങനെ ഞങ്ങളെല്ലാരും വണ്ടി കയറിയിരുന്നു. മിറക്കുട്ടൻ ബാക്കിൽ കയറിയില്ലടാ. ഓക്കെ അല്ലേ? നല്ലൊരു ദിവസം കേട്ടോ ഇന്നലെ. രാവിലെ ഇച്ചിരി തണുപ്പുണ്ടെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിൽ വന്നു കഴിയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. അതെ, നല്ല സുഖമാണ്. നല്ല സുഖം. എന്നാൽ ഭയങ്കര ചൂടല്ലേ, തണുപ്പിനെ മാറ്റി നിർത്താനായിട്ട് കുറച്ച് വെയിൽ നമുക്ക് വരും കേട്ടോ. കുറച്ച് കാലത്തേക്ക് കാണത്തുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും നമുക്ക് പകലും രാത്രിയിലും എല്ലാം. ഏപ്രിൽ തീരാറായി, ഇനി മെയ് ഒക്കെ തൊട്ട് ഓട്ടമാണ് ശരിക്കും പോട്ടോ. ഇനിയിപ്പോ മെയ് ജൂൺ ഒക്കെ ആകുമ്പോൾ പതുക്കെ ഇനിയിപ്പം തണുപ്പിലേക്ക് നമ്മളൊക്കെ കാല് വെക്കുവാണ്. ഈ ഒരു സമയമാണ് നല്ലത്, കാരണം ഭയങ്കര തണുപ്പും അല്ല ചൂടും അല്ല, ആ ഒരു സമയമാണ്. പഞ്ചാബി അപ്പൂപ്പൻ രാവിലെ ഇരിപ്പുണ്ട് കേട്ടോ, എല്ലാവർക്കും ടാറ്റ കൊടുക്കാൻ. രാവിലെ പുള്ളി എല്ലാവർക്കും കൈ നോക്കി കാണിക്കും. Are you ready for your school? Yes. Okay, അപ്പോൾ OCMM മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പോയാലോ? പോവാം. ഡാഡി കൊണ്ടുവിടണോ? മമ്മി കൊണ്ടുവിടുകയും ചെയ്യണം, വിളിക്കുകയും ചെയ്യണം, നിർബന്ധം കേട്ടോ. അതിനടി അങ്ങനെ മീറക്കൂട്ടാ ചുമ്മാ പറയുന്ന കൊഞ്ചുന്നാട്ടാ അല്ലേ? ചിരിച്ച് എല്ലാവരും ടാറ്റ പറഞ്ഞേ. പിന്നെ കാണാന്ന് പറ. ബൈ പറഞ്ഞേ. ഓക്കെ ബേബി, ടാറ്റാ. ബൈ മീറ. ഇത് കണ്ടോ ഇവിടുത്തെ വീടുകളുടെ ഒരു പ്രത്യേകത കണ്ടോ? നമ്മുടെ വീട് പണിയുമ്പം ഇങ്ങനെയാണ് കേട്ടോ വീട് പണിയുന്നത്. അവരാദ്യം ഒരു തറ കെട്ടിയിട്ട്, തറ എന്ന് പറയുന്നത് മൊത്തം തെർമോക്കോളാണ്. തെർമോക്കോളിന്റെ മുകളിൽ അവർ, അതായത് ചെറിയൊരു കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് തെർമോക്കോൾ ഇട്ട് അതിൻ്റെ അകത്ത് അവർ സിമെൻറ്റ് ഫില്ല് ചെയ്തിട്ട് തറയുണ്ടാക്കി. പിന്നെ ഇതുപോലെ അവർ തടിയും കൊണ്ട് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കും കേട്ടോ വീടിൻ്റെ ഫ്രെയിമും. എല്ലാ വീടും ഇതുപോലെ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പം. ഒരു 4-3 മാസം കൊണ്ട് ഇവർ സൂപ്പറായിട്ട് ഒരു വീട് പണിത് തീർക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പുറത്ത് നിൽക്കുന്ന ഈ വീടിൻ്റെ അതേ ഷേപ്പാട്ടോ ഈ വീടിന്. മിറക്കുട്ടനെ കൊണ്ടുവന്നിട്ട് നിമിഷ വരുന്നുണ്ട്. നിമിഷ എങ്ങനെയുണ്ടായിരുന്നു? പ്രശ്നം ഉണ്ടായിരുന്നോ? അതല്ലേ അവർക്ക് ഇഷ്ടല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ മിറനെ ഓർമ്മ വയ്യ. പണ്ടത്തെ മിറ എന്ന് പറഞ്ഞാൽ പോയില്ലായിരുന്നേ, നമ്മള് തള്ളി വിട്ടാലും തിരിച്ച് അതുപോലെ അവർബാൻ്റെ പോലെ തിരിച്ചു വരുമായിരുന്നു. ഇപ്പം ഇഷ്ടാട്ടോ. നമ്മുടെ മോളിന്റെ പകുതി അല്ലേ ചായ പണി തീരാറായി തോന്നുന്നു. ജൂലൈയിൽ തുറക്കുന്ന പറഞ്ഞേക്കുന്ന. പക്ഷെ ഇനി 2 മാസം തീരും. ഒരു പെട്ടെന്ന് തീർക്കൂടി. ഇതൊക്കെ പെട്ടെന്ന് തീർക്കൂട്ടോ പരിപാടിയൊക്കെ. പെട്രോളിന്റെ വില ലേശം കുറവുണ്ട് കേട്ടോ. 204 ആയല്ലേ? 260 വരെ വന്നായിരുന്നു. ഉറങ്ങുന്നുണ്ടോ? 260 വരെ വന്നാണ് കേട്ടോ. അപ്പത്തേക്ക് ഇവിടുത്തെ ഗവൺമെന്റ് എന്തോ ടാക്സ് ഒക്കെ കുറച്ച് അത് പിന്നെ കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 165 നമ്മുടെ ഡബ്ബോയില് ഇത് പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ. അതാണ് ഇപ്പം 204 വന്ന് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിമ്മെത്തി കേട്ടോ. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, സ്ഥിരം തന്നെ ജിമ്മാണ്. ഞാൻ സ്ഥിരമൊന്നും വരില്ല കേട്ടോ. ഇച്ചിരി മടിയാ, കുഴപ്പമില്ല. ഇന്ന് നമുക്ക് കാർഡിയോ കേട്ടോ. ഇന്ന് പെട്ടെന്ന് നമുക്ക് വർക്കൗട്ട് തീർത്തിട്ട് ഇറങ്ങാം അല്ലേ വിശാ? കുറച്ച് കാർഡിയോ പരിപാടികളാണ്, അതായത് ഒന്ന് ഓട്ടോ ഒക്കെ കേട്ടോ. അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. മടുത്തോ ചോദിച്ചാ? കുറച്ച്
ഇന്നലെ കഴിച്ചതിന്റെ എല്ലാം പോയിച്ചേ. അതെ, എന്നാ അറിയിക്കും. ഞാൻ വല്ലപ്പോഴും വരുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കഴിക്കണം, എനിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ ഒന്ന് കലോട്ട് പോയി സാരമില്ല. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇറങ്ങാം. അതൊക്കെ പോട്ടെ, നീ വർക്കൗട്ട് ചെയ്യുമ്പോൾ സീരിയൽ കണ്ടോണ്ടിരുന്നോണ്ട് വർക്കൗട്ട് ചെയ്യണുണ്ടായിരുന്നല്ലോ. അതാകുമ്പോ നമ്മുടെ ഇത് മൊത്തം അങ്ങനെ. ഞാൻ പുതുതായിട്ട് കാണാൻ തുടങ്ങിയ സീരിയല, പഴയ സീരിയൽ, 7 വർഷം മുമ്പുള്ള സീരിയൽ. ആണോ? അതിന്റെ പേരെന്താ? ഭ്രമരോ? കൊള്ളാം കേട്ടോ. ഞാൻ നോക്കുമ്പോ ഒരാളിത് സീരിയൽ കണ്ടോണ്ടിരുന്നു. സാധാരണ എല്ലാരും പാട്ടൊക്കെ വെച്ചാ വർക്കൗട്ട് ചെയ്യുന്നത്. ഒരു സീരിയൽ വെച്ചോണ്ടിരുന്നു വർക്കൗട്ട് ചെയ്യുന്ന കേട്ടോ. അത് ശരിയാ. ഇനി എന്നാ പരിപാടി? ഡ്രസ്സ് മേടിക്കണ്ട, കുറച്ച് ഡ്രസ്സ് മേടിക്കണം കേട്ടോ. ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയി കുറച്ച് പർച്ചേസിങ് നടത്താം അല്ലെ. പിന്നെ വേണമെങ്കിൽ ഒരു കോഫി ഒക്കെ കുടിക്കാം അല്ലെ. അങ്ങനെ ഞങ്ങളവിടെ ഷോപ്പിന്റെ അടുത്തെത്തി കേട്ടോ. ഇത് കണ്ടോ, നമ്മള് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ക്രെയിൻ തകർന്ന് വീണ് നാശനഷ്ടം സംഭവിച്ച ബിൽഡിംഗ്. കൊറേ കാലം ഈ റോഡൊക്കെ അടച്ചിട്ടേക്ക് വന്നിട്ട് ഇപ്പൊ തുറന്നോളൂ. വെച്ചേക്കുവായിരുന്നു കേട്ടോ അവര്. പിന്നെ അവര് ക്രെയിൻ ഇപ്പൊ മാറ്റി. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാലോ, നോക്കിയാ തകർന്ന് കിടക്കണോ. എന്ത് കഷ്ടമല്ലേ. ആൾക്കാരൊക്കെ താമസം മാറാന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാ പെട്ടെന്ന് സംഭവിച്ചു. സാരമില്ല, ശരിയാക്കി എടുക്കുമായിരിക്കും അവര്. കൊള്ളാലോ അല്ലേ. സമ്മറിന് ഇടേണ്ട ഡ്രസ്സുകളൊക്കെ ഇപ്പൊ സെയിലുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും വിലക്കുറവ്. ഇതൊക്കെ ഭയങ്കര വിലയായിരുന്നു നേരത്തെ കേട്ടോ. തണുപ്പ് തുടങ്ങിയോണ്ട് അവര് സമ്മർ ഡ്രസ്സൊക്കെ സെയിലിന് ഇട്ടേക്കോ. കുഴപ്പമില്ല, ഇപ്പളെ മേടിച്ചു വെച്ചാൽ അടുത്ത സമ്മറിന് ഇടാലോ. നമ്മുടെ അടുത്ത കളി ഇതുണ്ടോ, മെറ്റൽ ഡ്രസ്. കൊള്ളാലേ. രണ്ടും നല്ല കളറാണല്ലോ അല്ലേ. രണ്ടും എടുക്കോടെ. രണ്ടും എടുത്തോ നീ? രണ്ടും എടുക്കാം. നമുക്ക് ഇല്ലാത്ത കളറുണ്ട്. റോസ് ഒത്തിരി ഇതെടുക്കാം. ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടല്ലേ മിഷ. കൊള്ളാം. നല്ല രസമുണ്ടോ. വെറൈറ്റി ഏത് എടുക്കണോന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ അതാ കുഴപ്പം. നെക്സ്റ്റ് മന്ത് എടുക്കാം. മുന്നേ എടുക്കാം അല്ലേ. ഇപ്പൊ എടുക്കണ്ട. നല്ലത്. എന്നാന്നറിയത്തില്ല, ഇരുന്ന് വലിച്ചു കയറ്റും. എത്ര പാടാണ്. ഇതൊക്കെ ഇഷ്ടമാണ്. ഇതാണ് നമുക്ക് എടുക്കാം. ഫൈനലൈസ് ചെയ്യാം. ഏതൊക്കെ എടുക്കണം നമുക്ക് തന്നെ അറിയത്തില്ല. കണ്ടതെല്ലാം എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടു കേട്ടോ. ഏതൊക്കെ എടുക്കണം വേണ്ട. നല്ല അതല്ല എനിക്കിഷ്ടം. എന്റെ സെലക്ഷൻ ആട്ടോ. കൊള്ളാടേ, അതൊക്കെ നല്ല കേട്ടോ. എടുത്തേക്കാടിയല്ലേ, എടുത്തേക്കാം. ഓ, ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ എൻ്റെ. എല്ലാം മേടിച്ചു നിഷ? വേറൊന്നുമില്ലല്ലോ ഇനി? ഇനിയൊന്നുമില്ല. നമുക്ക് വേണേ പതുക്കെ വീട്ടിലോട്ട് വിടാം. അല്ലെങ്കിൽ ഒന്ന് ചായയോ കാപ്പി എന്തെങ്കിലും കഴിക്കാൻ വിശക്കുന്നുണ്ടല്ലേ. വെയിലടിക്കുന്നുണ്ടോ നീ? കൈ തന്നെ കഴിക്കാൻ പറ്റി മുറിഞ്ഞാ? പൊള്ളി വന്നാലേ. എണ്ണക്കകത്തോട്ട് എന്തോ കരിയാപ്പില എന്തോ കേട്ടോ. ആണോ? എനിക്കും ചെറിയൊരു പരിക്ക് പറ്റി ഇന്നലെ ഫുട്ബോൾ കളിക്കാൻ പോയതാ. ഇതുണ്ട് എന്റെ വിരലിന്റെ അറ്റം. നല്ല പണിയുടെ എന്റെ കൈയുടെ കളർ പോലും ചേഞ്ച് ആയി പോലെ ചതഞ്ഞിരിക്കുമല്ലോ കേട്ടോ. കുഞ്ഞി ചതവ്. ബോൾ പിടിച്ചതാ, ഗോളിയായിരുന്നു. നല്ല 2 ഷൂസ് കിട്ടി കേട്ടോ. മിറക്കൂട്ടിന് ഷൂസ് ഇല്ലാത്തതിന്റെ ഒരു വിഷമം. ഷൂസ് അവൾക്ക് ഉണ്ട്, പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടണമെങ്കിൽ അല്ലെ. അന്ന് കാണിച്ചതിന് പക്ഷേ ഷൂ ഒന്ന് കാണിച്ചേടി. ഇതന്നെ പക്ഷെ കൂടുകളുടെ സംസ്ഥാന സമ്മേളനം എന്തോരം കൂടാ. കുഴപ്പമില്ല, നല്ല ഷൂ ആട്ടോ. അവൾക്ക് ഇങ്ങനത്തെ ഷൂ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. എന്നാന്ന് എനിക്കറിയില്ല. അതുപോലെ ഞങ്ങൾ ഒരു യൂണിക്കോൺ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. യൂണിക്കോൺ അത് അവൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടും കേട്ടോ. ഓൾറെഡി ഉണ്ട് അതുപോലത്തെ ഷൂസ്. കാണിക്കില്ല കേട്ടോ അവൾക്ക് ഭയങ്കരമായിട്ട്. ആണോ? ആ, കുഴപ്പമില്ല. ഞാൻ നേരത്തെ വരുമല്ലോ. എനിക്കിന്ന് രാത്രി വരുന്നുണ്ട് കേട്ടോ ഡ്യൂട്ടി. വേണ്ടോ? കൊള്ളാം. അങ്ങനെ ഞങ്ങൾ 2 കബാബ് മേടിച്ച് കഴിക്കാൻ തീരുമാനിച്ചിട്ടോ. ഉള്ളി ഇവിടുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പം വിചാരിച്ച് പകുതിയോ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ബാക്കി ഫുൾ ഡേ കഴിക്കലേക്ക് വേണേൽ ഡ്യൂട്ടിക്ക് 2 പേർക്കും കൊണ്ടുപോകാലോ ബാക്കി വിചാരിച്ച്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കഴിക്കും. എനിക്ക് വിശക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കബാബുണ്ട് ഈ കടയിൽ. നമ്മൾ ഊബർ ഈറ്റ്സ് കൂടെ ഓർഡർ ചെയ്യാറുണ്ടല്ലേ? അതെ, ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട്. നല്ല കബാബാണ്. വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 2 കബാബ് മേടിച്ച് ഇനി വീട്ടിലേക്കല്ലേ പരിപാടി ഇല്ലല്ലോ. എന്താ പറഞ്ഞേ? തിന്നാൻ കൊതിയാവുന്നു. നെല്ല് കാരണം ഇവിടെ ഇരിക്കത്തില്ല. സൂപ്പർ അല്ലേ? നല്ല മണം ഉണ്ട് കേട്ടോ.
ഇവരുടെ നല്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ടേസ്റ്റ് ആണോ ഊബർ ഈറ്റ്സിൽ നമ്മൾ മേടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വീട്ടിൽ പോയി വീടെത്തുന്നോടം വരെ നീ ക്ഷമിക്കും, ചെന്നിട്ട് നമുക്ക് കഴിക്കാട്ടോ. കബാബിന്റെ മണം സഹിച്ച് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു നൂറ്റാണ്ട് പോലെ എനിക്ക് തോന്നിയത്. വിശക്കുന്നുണ്ട് നന്നായിട്ട്, അതാട്ട കാര്യം. കബാബിന്റെ മണത്തെക്കാൾ ഉപരി ഞങ്ങൾക്ക് രണ്ടുപേരും നന്നായിട്ട് വിശക്കുന്നുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞിരിക്കുമല്ലേ, വീടെത്തി ഫൈനലി. ഇനിയിപ്പോ നമുക്കൊന്ന് ഫുഡ് കഴിക്കുക, ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാവും. സമയമുള്ളല്ലേ ചായ? അതെ അതെ അതെ. എനിക്കിന്ന് വർക്ക് ഫ്രം ഹോം ആട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. എനിക്ക് ഉച്ചയ്ക്ക് പോകണം. അതെ അതെ, ലോഗിൻ ചെയ്യാറായി. എനിക്ക് ലാപ്ടോപ്പും തുറന്നിരിക്കേണ്ട സമയമായി. ജിമ്മിൽ പോയി ക്ഷീണിച്ച് വരുന്ന നിമിഷനെ കണ്ടോ. മെറക്കൂട്ടനെ അവിടുന്ന് എല്ലാം കഴിച്ചിട്ട് അവിടുന്ന് അപ്ഡേറ്റ്സ് വന്നായിരുന്നു. അവളെല്ലാം ഫുഡ് കഴിച്ചു. കുക്കുംബർ, അങ്ങനെ വെജീസും, കുക്കുംബർ, പിന്നെന്താ ക്രാക്കേഴ്സ്, വാട്ടർമെലൻ, അങ്ങനെ കുറെ സംഭവങ്ങളായിരുന്നു. നമുക്ക് ഇപ്പൊ പയ്യെന്ന് കഴിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ കബാബ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ചിക്കൻ കബാബാണ് കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വെയിറ്റ് ഇത്രയും കുറച്ചത്, ഭയങ്കര ചേഞ്ച് ആണെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് 1-2 വീഡിയോ ചെയ്തായിരുന്നു എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ മെയിൻ കാരണം ഇതല്ല, ഫുഡല്ല. ഫുഡ് ഇതിപ്പോ നമ്മള് കഴിച്ചാൽ പറ്റത്തുള്ളൂ എന്തെങ്കിലും. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഫുള്ള് കഴിക്കില്ലായിരിക്കും. ചിലപ്പം ഞാൻ ഇതിന്റെ പകുതി കഴിക്കും, പിന്നെ ബാക്കി പകുതി ഞാൻ ഉച്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വൈകിട്ടോ കഴിക്കും. പോർഷൻ കൺട്രോളിങ്ങിലൂടെ ആട്ടോ നിങ്ങൾക്ക് തടി ശരിക്കും കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കലോറി, ചോറാണെങ്കിലും വളരെ കുറച്ച് ചോറ്, കറികള്, പച്ചക്കറികൾ നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കുക. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികൾ, അപ്പൊ അങ്ങനെ മാക്സിമം കഴിച്ചാൽ മതി. കണ്ടോ, ഇതിപ്പോ കണ്ടോ നമ്മൾ ഇതിന്റെ പകുതി കഴിക്കും. ഇത് ഒരു ഫുള്ള് മീൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള കലോറി ഉണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ കഴിക്കാൻ ബാക്കി കാണത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് 2 ആക്കിയിട്ട് ബാക്കി വൈകിട്ടോ ഉച്ചയ്ക്ക് കഴിക്കുക. പിന്നെ രാത്രി എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക. പിന്നെ എക്സസൈസ്, കളിക്കാൻ പോകുന്നുണ്ട് ഈ അടുത്തായിട്ട്. അങ്ങനെ അങ്ങനെ ഒക്കെ നമ്മളും കൂടെ വിചാരിക്കണം കേട്ടോ, തടി കുറയാനായിട്ട്. മധുരം കഴിക്കില്ല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കലോറി ഒറ്റയടിക്ക് നിങ്ങളുടെ കൂടും. എന്താ പറയാ, നമ്മൾ ഡെയിലി ഇൻടേക്കിന്റെ കലോറി പെട്ടെന്ന് കൂടണമെങ്കിൽ നമ്മൾ മധുരം കഴിച്ചാൽ മതി. അപ്പം മധുരം മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കബാബൊക്കെ വല്ലപ്പോഴും കഴിക്കുക, എപ്പോഴും കഴിക്കാന്നല്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വിഷ. പുതിയ വന്നോട്ടാ. നല്ല ഡിഷ് കേട്ടോ, നല്ല മീറ്റ് അല്ലേ? ഇവരുടെ നല്ല മീറ്റാ. പിന്നെ ഇതിനകത്ത് ലെറ്റ്യൂസ്, ഓണിയൻ, ടൊമാറ്റോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും കേട്ടോ. ഹെൽത്തിയാണ്. കബാബ് ഞാൻ അധികം കണ്ടിട്ടുണ്ട്. നമ്മളെ ഷവർമ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഷവർമ വേറെ സംഭവമാണ്, കബാബ് വേറെ സംഭവമാണ്. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആണ് എനിക്ക് തോന്നുന്നത്. ഈ റാപ്പ് ഒക്കെ എനിക്ക് ഇച്ചിരി ലെബനീസ് ഫുഡ് പോലത്തെ സംഭവം തോന്നുന്നല്ലേ ചായ? അതെ അതെ, സൂപ്പറാ. നിമിഷയ്ക്ക് കൊതി വരുന്നുണ്ടോ? നിമിഷ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. നിമിഷ കൊതി വരുന്നുണ്ടോ? ഇല്ല ഇല്ല, കഴിച്ചോ. നല്ല മീറ്റാ അല്ലേ ചായ ഇവരുടെ? ഫുഡൊക്കെ കഴിച്ച് നീ ടി വി കണ്ടിരിക്കുവാണെന്ന് തോന്നുന്നു. സിനിമ ഉണ്ടല്ലോ. കാക്കക്കോയിലിന്റെ ഒച്ചയൊക്കെ കേട്ടായിരുന്നു. ഞാൻ പണിക്ക് കയറി കേട്ടോ. ഞാനിവിടെ ജോലിക്ക് കയറി വയ്യേ. ഇന്ന് നൈറ്റ് അല്ലേ? ഈവനിങ് പ്ലസ് ഓൺ കോൾ ആണ്. ഈവനിങ് പ്ലസ് ഓൺ കോൾ ആണ്. മെറക്കൂട്ടനെ അപ്പൊ ഞാൻ വൈകുന്നേരം ഒക്കെ വിളിച്ചോണ്ട് വന്നു. ഞങ്ങളിവിടെ സെറ്റ് ആയിക്കോളാം കേട്ടോ. അതെ, 2 ദിവസം നമ്മള് ശനിയും ഞായറും അല്ലെ ഓഫ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മെറക്കൂട്ടനോട് എൻജോയ് ചെയ്തു. വയറൊക്കെ നിറഞ്ഞല്ലോ, നമ്മള് കബാബൊക്കെ കഴിച്ച്. ഇനി വയറൊക്കെ നിറഞ്ഞു. എന്റെ വയറും കുറച്ച് കൂടുതൽ നിറഞ്ഞു പോയെന്നൊരു സംശയമുണ്ട്. പകുതി വെച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോവാം. അതെല്ലേ, ഞാൻ ബാക്കി പകുതി ഉള്ളത് വൈകിട്ട് കഴിക്കും കേട്ടോ. അപ്പൊ എന്താ പറയാ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. കുട്ടി വ്ളോഗാണ്. ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്ന തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗുകളൊന്നും ഇടാൻ പറ്റാത്തത്. എന്നാലും പറ്റുന്ന പോലെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ റീവോട്ടിനൊക്കെ വരുന്നവർ കാണിച്ച് നല്ല നല്ല വീഡിയോസ് വരും. അതെ, സസ്പെൻസ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു പാട്ടോടെ പാടി നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. വെള്ളை பூவே வெள்ளை பூவே காதல் வந்ததா சுவாச காற்றை வாசம் போட ஆசை பேசுதா உன்னை நான் நினைத்தாலே மழை தூவுதே உன்னை என்று வாழ்வில்லை வானமே இசை கூட இசை இல்லையே
பூவே காதல் வந்ததா சுவாச காற்றை சுவாசம் கூட ஆசை பேசுதா. അപ്പം ഓക്കെ നിമിഷ, അടിപൊളി പാട്ടായിരുന്നു കേട്ടോ, സൂപ്പർ പാട്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനി വരുന്ന നമ്പർ എല്ലാവർക്കും നിമിഷ